റെഡ് ഡ്രാഗൺ ആൻഡ് ദി ഗോൾഡ് എന്നായിരുന്നു ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 2 എപ്പിസോഡ് 4 പേര്. എന്റെ ഈ ഒരു പേര് കൊടുക്കാൻ തന്നെ കാരണം ഈ ഒരു എപ്പിസോഡിൽ റൂക്സ് റെസ്റ്റിലെ ഒരു വലിയ ബാറ്റിലാണ് കാണിച്ചത്. ആ ഒരു ബാറ്റിൽ 2 ഡ്രാഗൺസ് 2 പേർക്കും നഷ്ടപ്പെട്ടിരുന്നു, ബ്ലാക്സിനും ഗ്രീൻസിനും. ബ്ലാക്സിന്റെ ഭാഗത്താവട്ടെ മെയിലിസ് എന്ന ഡ്രാഗണും ഗ്രീൻസിന്റെ ഭാഗത്താവട്ടെ സൺഫയർ എന്ന ഡ്രാഗണും. ഈ ഒരു മെയിലിസ് എന്ന റെയിനിസിന്റെ ഡ്രാഗണെ വിളിക്കുന്ന വേറൊരു പേരായിരുന്നു റെഡ് ക്വീൻ. ആൻഡ് ഏഗോന്റെ ഡ്രാഗണായ സൺഫയറിന് ഗോൾഡൻ കളർ ആയിരുന്നു, അതുകൊണ്ടാണ് ഗോൾഡൻ ഡ്രാഗൺ എന്ന് ഇവിടെ പേര് കൊടുത്തിട്ടുള്ളത്. സോ മൊത്തത്തിൽ ആ ഒരു റൂക്സ് റെസ്റ്റിലെ ബാറ്റിൽ 3 ഡ്രാഗൺസ് തമ്മിൽ യുദ്ധം ചെയ്തെങ്കിലും അതിൽ 2 കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായത്. അതിന് ബേസ് ചെയ്താണ് റെഡ് ഡ്രാഗൺ ആൻഡ് ഗോൾഡ് എന്ന് ഈ ഒരു എപ്പിസോഡിന് ഒരു പേര് കൊടുത്തിട്ടുള്ളത്. ആൻഡ് റൂക്സ് റെസ്റ്റിലെ ബാറ്റിൽ നമുക്ക് അവസാനം സംസാരിക്കാം. അതിന് മുമ്പ് ഇതിന്റെ ടൈറ്റിൽ ഇൻട്രോ തുടങ്ങുമ്പോൾ വലിയൊരു ചേഞ്ച് ഒന്നുമില്ല, കാരണം കഴിഞ്ഞ 3 എപ്പിസോഡിൽ കണ്ട അതേ സാധനം തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു എപ്പിസോഡിൽ ആ ഒരു വലിയ മേജർ ഇവന്റ് ആയ റെയിനിസിന്റെ മരണം അതിന് ബേസ് ചെയ്ത് ഒരുപക്ഷെ അടുത്ത എപ്പിസോഡിൽ ഈ ഒരു ടൈറ്റിൽ ഇൻട്രോയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. ദെൻ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ഹാരൻ ഹെല്ലിലുള്ള ഡെയ്മൺ ടാർഗറിനെ കാണിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം തന്നെ ഒരു ക്യാരക്ടർ ഹാരൻ ഹെല്ല് പിടിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ വെച്ച് ഡെയ്മൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹാലൂസിനേറ്റിംഗ് എഫക്ട്, അതിന് കാരണം ആലിസ് റിവർ എന്ന അവിടെയുള്ള ഒരു വിച്ച് ക്യാരക്ടർ ആണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു. ദെൻ അവിടെ വെച്ച് ഹാരൻ ഹെൽ അപ്പ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സൈമൺ സ്ട്രോങ് എന്നൊരു ക്യാരക്ടർ ഡെയ്മണോട് ഇപ്പോഴത്തെ വാർ സിറ്റുവേഷൻസ് ഒക്കെ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഡ്രാഗൺ സ്റ്റോണിൽ നിന്ന് ഓൾറെഡി ഒരു റേവൺ വന്നിരുന്നു, അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കിങ്സ് ലാൻഡിൽ നിന്നും ആർമിയായിട്ട് ഇറങ്ങിയ നമ്മുടെ ക്രിസ്ത്യൻ കോൾ ഹാരൻ ഹെല്ലിലേക്ക് വരുന്ന വഴി പല പല ഭാഗങ്ങളായിട്ട് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലിപ്പോൾ കറന്റ് റോസ് ബിയും സ്റ്റോക്ക് വർത്തും പിടിച്ചടക്കി കഴിഞ്ഞു. ഓൾറെഡി ബ്ലാക്സിന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന 2 മെയിൻ ഏരിയാസ് ആണ് റോസ് ബിയും സ്റ്റോക്ക് വർത്തും. ഇവരിപ്പോൾ കംപ്ലീറ്റ്ലി ഗ്രീൻസിന്റെ ഭാഗത്തേക്ക് മാറി. ആൻഡ് പിന്നീട് അങ്ങോട്ട് നമ്മൾ ഈ റൂക്സ് റെസ്റ്റിൽ യുദ്ധമൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഡസ്കിന്റെ ബാറ്റിൽ കാണിക്കുന്ന സീക്വൻസിലൊക്കെ തന്നെ ഈ 2 ഹൗസിന്റെ കൂടി ആർമീസ് ഇവരുടെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അവരുടെ സിജിൽ കാണിക്കുന്ന സമയത്ത്. സോ പണ്ട് ബ്ലാക്സിന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നവരൊക്കെ തന്നെ മെല്ലെ മെല്ലെ തിരിക്കുകയാണ് ഗ്രീൻസിന്റെ അടുത്തേക്ക്. പക്ഷേ ക്രിസ്ത്യൻ കോൾ ഇവരൊക്കെ തന്നെ മെയിൻലി യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറയാം. കാരണം ടാർഗറിയൻ ആർമിയും ഹൈടവർ ആർമിയും ഓൾറെഡി കയ്യിലുണ്ടായിട്ടും എല്ലാ യുദ്ധത്തിലും, പ്രത്യേകിച്ച് ഡസ്കൻഡയിലെ യുദ്ധത്തിലായിക്കട്ടെ അല്ലെങ്കിൽ റൂക്സ് റെസ്റ്റിലെ യുദ്ധത്തിലൊക്കെ തന്നെ ഫസ്റ്റ് വേവ് ആയിട്ട് വിടുന്നത് ഇപ്പൊ പിടിച്ചടക്കിയിട്ടുള്ള റോസ് ബിയുടെയും സ്റ്റോക്വർത്തിന്റെ ഒക്കെ തന്നെ ആർമി ആയിരിക്കും. അവരുടെ കത്തിക്കലൊന്ന് തീരുമ്പോഴായിരിക്കും ബാക്കിയുള്ള ഒന്നില്ലെങ്കിൽ ഹൈടവറിന്റെ ആർമിയോ അല്ലെങ്കിൽ ടാർഗറിയൻ ആർമിയെ മെല്ലെ ക്രിസ്ത്യൻ കോൾ ഇറക്കുക. സോ ഇങ്ങനെ നല്ല രീതിക്ക് തന്റെ സ്ട്രാറ്റജീസ് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യൻ കോൾ എന്നൊരു ക്യാരക്ടർ. സോ അവർ ഹാരൻ ഹെല്ലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഡെയ്മൺ ടാർഗറിയൻ ഹാരൻ ഹെല്ലിന് ചുറ്റുമുള്ള മറ്റു ഹൗസസിനൊക്കെ തന്നെ സപ്പോർട്ട് നോക്കുകയാണ്. അങ്ങനെയാണ് റിവറൻസിലുള്ള ടള്ളീസിന്റെ സപ്പോർട്ട് കിട്ടാനായിട്ട് ഗ്രോവർ ടള്ളിയെ വിളിച്ചു വരുത്തിയത്. പക്ഷെ അന്ന് ഹൗസ് ടള്ളിയുടെ ഹെഡായിരുന്ന ഗ്രോവർ ടള്ളി വയസ്സായിരിക്കുകയാണ്. സോ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സണ്ണിനാണ് ഡെയ്മണിനോട് സംസാരിക്കാനായിട്ട് ഹാരൻ ഹെല്ലിലേക്ക് വിട്ടത് ഓസ്കർ ടള്ളി. പക്ഷെ ആ ഒരു ക്യാരക്ടർ ചെറിയ കുട്ടിയാണ്, തനിക്കായിട്ട് ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഡെയ്മൺ ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടും ആ ഒരു ഹൗസിനെ വെച്ചിട്ട് ഒരു ഉപയോഗമില്ല എന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ ആൾ ബാക്കിയുള്ള ഹൗസസിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചു. പ്രത്യേകിച്ച് ബ്ലാക്ക് വുഡ്സും ബ്രാക്കൺസും ഒക്കെ തന്നെ അവിടെ പണ്ടേ യുദ്ധം നടത്തുന്നുണ്ടായിരുന്നു അറിയാം. ബേണിംഗ് മിൽ എന്ന കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഈ 2 ഫാമിലീസ് തമ്മിൽ എപ്പോഴും യുദ്ധമുള്ളത്. അതിൽ ബ്രാക്കൺസ് ഗ്രീൻസിന്റെയും ബ്ലാക്ക് വുഡ്സ് ബ്ലാക്സിന്റെയും സപ്പോർട്ടേഴ്സ് ആയിരുന്നു പറഞ്ഞു. സോ അങ്ങനെ ബ്ലാക്സിന്റെ സപ്പോർട്ടേഴ്സ് ആയ ബ്ലാക്ക് വുഡ് ഫാമിലിയിലെ ഇപ്പോഴത്തെ ലീഡർ ക്യാരക്ടറിനെ വിളിച്ചിട്ടാണ് ഡെയ്മൺ ടാർഗറിയൻ തന്റെ ആർമിയിലേക്ക് ആളെ കൂട്ടാനായിട്ട് സംസാരിക്കുന്നത്. സോ ഇങ്ങനെ ഡെയ്മൺ ഹാരൻ ഹെല്ലിൽ വെച്ച് ഒരു വലിയ ആർമിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ കിങ്സ് ലാൻഡിൽ നിന്നുള്ള ക്രിസ്ത്യൻ കോളിന്റെ ആർമിയും ഹാരൻ ഹെല്ലിന് നോട്ടിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോയാൽ അവിടെയും ഇപ്പോഴും പടയൊരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോറൽസ് വലയവരന്റെ മേൽനോട്ടത്തിലുള്ള ഷിപ്സ് മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെയും ഈ ഒരു ഷിപ്പ് ബിൽഡ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ തന്നെ കാണിച്ചിരുന്നു, അലിനോ ഹള്ളും ആഡമോ ഹള്ളും. ഇതിൽ ഈ അലിനോ ഹള്ളിനെ റെയിനിസ് ടാർഗറിയൻ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. ആൻഡ് റെയിനിസിന്റെ സംഭാഷണത്തിലൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്നും പറയാത്ത വലിയൊരു കാര്യം ഇവിടെ റിവീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കോറൽസ് വലയവരന്റെ മക്കളായിരിക്കാം ഒരുപക്ഷെ അലിനോ ഹള്ളും ആഡമോ ഹള്ളും. ഈ ഒരു കാര്യം റെയിനിസിന്റെ വാക്കുകളിലൂടെ പറയാതെ പറയുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. സോ ഇത് സീരീസിലെ വലിയൊരു റിവീലിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു. കാരണം വലേറിയൻ ബ്ലഡ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് അലിനോ ഹള്ളും ആഡമോ ഹള്ളും എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കിങ്സ് ലാൻഡിംഗിലേക്ക് പോയാൽ അവിടെ അലിസന്റിനെ കാണിച്ചിരുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ റെനിയറി വന്ന് ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള സീക്വൻസുകളാണ് അവിടെ നടക്കുന്നത്. സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന ഒരു വലിയ കാര്യം റിവീൽ ചെയ്ത് കിട്ടി. അതിന്റെ ഇടയ്ക്കൂടെ അലിസന്റ് ഇപ്പോൾ പ്രഗ്നന്റും കൂടിയാണ്. സോ അലിസന്റിനെ കാണിക്കുന്ന ആദ്യ സീക്വൻസിൽ തന്നെ അലിസന്റിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡ്രാഗൺ സ്കൾപ്ചർ നിലത്ത് വീണ് പൊട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ സീസണിൽ അലിസന്റ് വിസേരിസിനെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ വിസേരിസിന് പ്രസന്റ് ആയിട്ട് അലിസന്റ് കൊടുത്തൊരു ഡ്രാഗൺ സ്കൾപ്ചർ ആയിരുന്നു. സെയിം സാധനം തന്നെയാണ് ഇവിടെ നിലത്ത് വീണ് പൊട്ടുന്നത്. ഒരുപക്ഷെ ഈ ഒരു എപ്പിസോഡിന്റെ എൻഡിൽ അവർ ഡ്രാഗൺസ് മരിച്ചതിന് സൂചിപ്പിച്ചതാവാം. ദെൻ ഇത് കഴിഞ്ഞ് എലിസന്റ് അബോഷന് വേണ്ടി മേസ്റ്ററോട് സംസാരിച്ച് മൂൺ ടീ കുടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു മൂൺ ടീ ഇവിടെ മാത്രമല്ല ഗെയിം ഓഫ് ത്രോൺസിൽ പല സമയത്തായിട്ടും പല ക്യാരക്ടേഴ്സും യൂസ് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. ദെൻ ഇതിന്റെ ഒക്കെ തന്നെ ഇടയിൽ കാസിലുള്ള എല്ലാ ഹിസ്റ്ററി ബുക്സും അന്വേഷിച്ച് നടക്കുന്നുണ്ട് അലിസൺ ഹൈറ്റവർ. എയ്ഗോന്റെ ഹിസ്റ്ററിയെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഈ ഒരു ക്യാരക്ടർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ആ ഒരു സീക്വൻസ് അവിടെ കാണിച്ചത്. ദെൻ ഇത് കഴിഞ്ഞ് ബാറ്റിൽ ഓഫ് ഡസ്കൻഡേൽ വളരെ ചെറിയ സമയം കൊണ്ട് ഇവിടെ കാണിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ ബാറ്റിൽ മുഴുവനായിട്ട് കാണിച്ചില്ലെങ്കിലും ബാറ്റിന് ശേഷമുള്ള സീക്വൻസ് ആയിരുന്നു കാണിച്ചത്. ഈ ഒരു ഡസ്കൻഡേൽ വെസ്റ്ററോസിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയസിൽ ഒന്നാണ്. കാരണം കിങ്സ് ലാൻഡിൽ നിന്ന് വന്ന ക്രിസ്ത്യൻ കോളിന്റെ ആർമി ഓൾറെഡി റോസ് ബിയും സ്റ്റോക്ക് വർത്ത് പിടിച്ചടക്കി കഴിഞ്ഞു. അവിടെയുള്ള ഒരു ആർമീനെ കൂടി കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ ഡസ്കൻഡയിലേക്ക് വന്നിട്ടുള്ളത്. സോ ഡസ്കൻഡയിൽ അന്നുണ്ടായിരുന്ന ലോർഡാണ് ഗുണ്ടോർ ഡാർക്ക്ലീൻ. ഈ ഒരു ക്യാരക്ടറിന് ക്രിസ്ത്യൻ കോൾ തന്നെ സ്വന്തം കൈകൊണ്ട് ബിഹെഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ഹൗസ് ഡാർക്ക്ലീന്റെ അന്നത്തെ ഹെഡ് ആയിരുന്നു ഈ ഒരു ക്യാരക്ടർ. ആൻഡ് ഈ ഒരു ക്യാരക്ടറിന്റെ അങ്കിളാണ് സ്റ്റെഫോൺ ഡാർക്ക്ലീൻ. നമ്മുടെ റെനിയറുടെ കൂടെയുള്ള കിങ്സ് ഗാർഡിലെ മെയിൻ അംഗമാണ്. ഈ ഒരു ക്യാരക്ടറിനെ കൂടി കൂട്ടിയിട്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ റെനിയറിയ കിങ്സ് ലാൻഡ്
ലാൻഡിങ്ങിലേക്ക് പോയത്. സോ ക്രിസ്ത്യൻ കോൾ ഈ ഒരു ഡസ്കൻഡേലിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം ഡസ്കൻഡേയിലുള്ള ആൾക്കാർ വളരെയധികം അൺപ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ക്രിസ്ത്യൻ കോൾ വന്ന് അവർ ഡിഫീറ്റ് ചെയ്തത്. ബുക്സിൽ പറയുന്നുണ്ടായിരുന്നത് ഏകദേശം 3000-ഓളം സോൾജേഴ്സ് ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ കോളിന്റെ കൂടെ എന്നാണ്. പക്ഷേ സീരീസിലേക്ക് വന്നപ്പോൾ അത് ഏകദേശം ഒരു 1000-1500 എന്നൊക്കെ അവിടെ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ദെൻ ഡസ്കൻഡേൽ പിടിച്ചടക്കി അവിടുത്തെ ലോഡിനും കൂടി കൊന്നു കഴിഞ്ഞപ്പോൾ ആ ആർമിയിലുള്ള കുറെ പേര് പിന്നെ മുട്ടുകടക്കുകയും ചെയ്തു. സോ ആ ആർമിയിലുള്ള ആൾക്കാരും കൂടി ഇപ്പൊ ക്രിസ്ത്യൻ കോളിന്റെ കയ്യിലെത്തി. സോ ഇതിന് തൊട്ടടുത്തതായിട്ട് ക്രിസ്ത്യൻ കോൾ ഈ ഒരു വലിയ ആർമിനെ കൂട്ടി നേരെ ഹാരൻ ഹെല്ലിലേക്ക് വരുന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവിടെ വെച്ചാണ് മൂപ്പര് നേരെ റൂക്സ് റെസ്റ്റിലേക്ക് പോയത്. കാരണം റൂക്സ് റെസ്റ്റും അവിടെയുള്ള വലിയൊരു സ്ട്രാറ്റജിക് പോയിന്റ് ആണ്. കാരണം എങ്ങനെയാണോ റിവർലാൻഡ്സിനെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാൻ ഹാരൻ ഹെൽ ഉള്ളത്, അതേപോലെ തന്നെ റൂക്സ് റെസ്റ്റ് ക്യാപ്ചർ ചെയ്ത് ബ്ലോക്ക് ചെയ്താൽ ഡ്രാഗൺ സ്റ്റോണിൽ നിന്നും ബ്ലാക്സിന് ഇങ്ങോട്ടേക്ക് കടക്കാനേ പറ്റില്ല. അതിലൊരു കംപ്ലീറ്റ് ബ്ലോക്കേഡ് തന്നെ അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. ഡസ്കൻഡേൽ പിടിച്ചടക്കി കഴിഞ്ഞ ക്രിസ്ത്യൻ കോൾ റൂക്സ് റെസ്റ്റിനെ നോക്കി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അന്ന് റൂക്സ് റെസ്റ്റ് ഭരിച്ചുകൊണ്ടിരുന്ന ലോർഡ് സൈമൺ സ്റ്റോട്ടൺ എന്ന ക്യാരക്ടർ ഡ്രാഗൺ സ്റ്റോണിലേക്ക് റേവൺ അയച്ചിരുന്നു. സോ ഗ്രീൻസ് വരുന്നുണ്ട്, സോ ബ്ലാക്സിന്റെ ആർമിയുടെ സപ്പോർട്ട് വേണം, ഡ്രാഗൺസിനെ അയക്കണം എന്ന് പറഞ്ഞായിരുന്നു റേവൺ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ബേസ് ചെയ്താണ് അവർ ബ്ലാക്ക് കൗൺസിൽ തന്നെ അവർ കൂടിയതും. അങ്ങനെ അവരെ മീറ്റിംഗിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോയ റെനേറിയ തിരിച്ചു വരുന്നത്. ആൻഡ് അവിടെ വെച്ച് ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്ന് മനസ്സിലാക്കിയ റെനേറിയ ഡ്രാഗൺസിനെ തന്നെ കളത്തിലേക്ക് ഇറക്കാൻ തീരുമാനിക്കുകയാണ്. സോ ഈ റൂക്സ് റെസ്റ്റിന്റെ ജോഗ്രഫി അടിപൊളിയാണ്. അത് പ്രോപ്പർ ആയിട്ട് ഈ ഒരു എപ്പിസോഡിൽ തന്നെ ഒരു യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം റൂക്സ് റെസ്റ്റിന്റെ നോർത്ത് സൈഡ് ഫുള്ള് പൈൻ ട്രീസ് എന്ന് പറഞ്ഞ ഹിൽസും, ഈസ്റ്റ് സൈഡ് ആവട്ടെ നാരോ സീയും ആണ്. സോ കടലിനും മലകൾക്കും ഇടയിലുള്ള ഒരു വലിയ ഏരിയ ആണ് ഈ റൂക്സ് റെസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം. ഒരു പൈൻ ട്രീസിന്റെ കവർ വെച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രിസ്ത്യൻ കോൾ അവിടെ തമ്പടിച്ചിട്ടുള്ളത്. ഇവിടുന്ന് റേവൺ പോയി 9ാമത്തെ ദിവസമാണ് അവിടെ നിന്ന് ഒരു ഡ്രാഗൺ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആൻഡ് അത് കഴിഞ്ഞാണ് ക്രിസ്ത്യൻ കോളിന്റെ ഒരു വലിയ പ്ലാൻ നമ്മൾ കണ്ടത്. സോ ഡ്രാഗൺ സ്റ്റോണിൽ നിന്ന് ഏത് ഡ്രാഗണാണ് വരുന്നത് അതിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി എയ്മണ്ടും ക്രിസ്ത്യൻ കോളും കൂടി പ്ലാൻ ചെയ്ത് എയ്മണ്ട് വാഗാർ എന്ന ഡ്രാഗണായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. സോ അങ്ങനെ റെയിനിസ് തന്നെ ഡ്രാഗണായി മേലിസിനും കൂട്ടി വന്നു. പക്ഷെ ഇതേ സമയം അപ്രതീക്ഷിതമായിട്ടാണ് സൺഫയറിനെ കൂട്ടിയിട്ട് എയ്ഗോൺ ടാർഗറിയും വന്നത്. ആൻഡ് ആ സീക്വൻസിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവത്തിൽ ഒന്ന്, സൺഫയറിനെ കണ്ടതും എയ്മണ്ട് അവിടെ ഹാൾട്ട് ചെയ്യുകയാണ്. സോ എയ്മണ്ട് ഇന്റൻഷനും അവിടെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. സോ എയ്മണ്ട് ഡിലേ ചെയ്തു. പിന്നെ സൺഫയറും മെയിലിസും തമ്മിലുള്ള വാറായിരുന്നു. കമ്പാരിറ്റീവ്ലി സൺഫയർ വളരെ ചെറിയ ഡ്രാഗൺ ആണ്. ഇതിനോടൊപ്പം തന്നെ ഇതുവരെ യാതൊരു ബാറ്റിൽ ഇറങ്ങാത്തൊരു ഡ്രാഗൺ ആണ് സൺഫയർ. മാത്രമല്ല റൈഡറായ ഈഗോൺ. പക്ഷെ കുറെ ബാറ്റിൽസ് കണ്ടൊരു ഡ്രാഗൺ ആണ് മെയിലിസ്. കുറെ ബാറ്റിൽസ് പങ്കെടുത്തൊരു ക്യാരക്ടർ കൂടെയാണ് ഡ്രാഗൺ റൈഡറായ റെയിനിസും. സോ ഈവൺ അവർ ഡ്രാഗൺ ബാറ്റിൽ വെച്ച് അവർ രണ്ടുപേരും പറയുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന കമാൻഡ്സ് അടക്കം അതിനെ സൂചിപ്പിക്കുന്നതാണെന്ന് പറയാം. ഈഗോൺ ജസ്റ്റ് സൺഫയറിന് അടുത്ത് ഡ്രക്കാരിസ് എന്ന് പറയുമ്പോൾ മെയിലിസ് ജസ്റ്റ് അറ്റാക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എന്തൊക്കെ ചെയ്യണമെന്ന് ആ ഒരു ഡ്രാഗണിന് വ്യക്തമായിട്ട് അറിയാം. സോ അങ്ങനെ മെയിലിസിന് മുമ്പിൽ ഒരു സെക്കൻഡ് പോലും സൺഫയർ പിടിച്ചു നിൽക്കുന്നില്ല. പക്ഷെ എയ്മുണ്ട് ഏഗൺ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് കൂടിയാണ് ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ ആദ്യമായിട്ട് വേഗം അറ്റാക്ക് ചെയ്തപ്പോൾ മെയിലിസും റെയിനിസും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ ഏഗോണും ഡ്രാഗണായ സൺഫയറും സീരിയസ്ലി ഇൻജോർഡ് ആയി. ആൻഡ് അവർ പോയിട്ട് നിലം പതിക്കുന്നത് നമ്മൾ കണ്ടു. ദെൻ ഇതിന് തുടർച്ചയായിട്ട് കംപ്ലീറ്റ്ലി അവിടെ നിന്ന് റിട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു റെയിനിസിന്. പക്ഷെ പിന്തിരിഞ്ഞോടിയില്ല. ആ ഒരു ക്യാരക്ടർ ഡയറക്റ്റ് ആയിട്ട് വന്ന് എയ്മണ്ടിന് അറ്റാക്ക് ചെയ്യായിരുന്നു. പക്ഷെ വാഗറിന് മുമ്പിൽ മെയിലിസിന് പിടിച്ചിരിക്കാനായില്ല. മെയിലിസിനേക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് ഏജ് ഉള്ള, കമ്പാരിറ്റീവ്ലി സൈസിലും ഒരുപാട് വലിയ ഡ്രാഗണിലൊന്നാണ് വാഗർ. സോ അങ്ങനെ വാഗർ മെയിലിസിനെ കൊല്ലുകയാണ്. സോ മെയിലിസും റെയിനിസും കൂടി അവിടെ നേരെ റൂക്സ് റെസ്റ്റിലെ കാസിലിന് മുകളിൽ വീണ് മരിക്കുകയാണ്. സോ അങ്ങനെ റെയിനിസ് എന്ന ക്യാരക്ടറിന്റെ ചാപ്റ്റർ കംപ്ലീറ്റ്ലി അവിടെ ക്ലോസ് ആവുകയാണെന്ന് പറയാം. സോ ഈ ഒരു സിവിൽ വാർ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ക്യൂൻ ആവേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു റെയിനിസ്. ആൻഡ് ആ ഒരു ക്യാരക്ടർ ആർക്ക് പ്രോപ്പർ ആയിട്ട് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ആൻഡ് മെയിലിസ് എന്ന ഡ്രാഗൺ ഡയറക്റ്റ് ആയിട്ട് വീഴുന്നത് ആ കാസിലിന്റെ മുകളിലാണ്. സോ അതുവരെ ഗ്രീൻസ് മുഴുവനായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാസിൽ അവർക്ക് ഒരു തരത്തിലും ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഒരു മെയിലിസ് എന്ന ഡ്രാഗൺ വീണ് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഓപ്പണിംഗ് ഉണ്ടായി. അതിലൂടെ ഫുഡ് സോൾജേഴ്സ് മുഴുവൻ കാസിലിനകത്തേക്ക് കയറി അത് പിടിച്ചടക്കുകയും ചെയ്തു. ആൻഡ് ഇതേ സമയം എയ്മണ്ടിനും വാഗാറിന്റെ ഡ്രാഗണിനും ഒന്നും സംഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച് കാര്യമായിട്ട്. പക്ഷേ എയ്ഗോണും സൺഫയറും കംപ്ലീറ്റ്ലി ഇൻജോർഡ് ആയിട്ടുണ്ട്. സോ റൂക്സ് റെസ്റ്റിലെ ബാറ്റിൽ വലിയൊരു ബാറ്റിലായിരുന്നു. ഡാൻസ് ഓഫ് ഡ്രാഗൺസ് എന്ന ഒരു ഇവന്റ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റിൽസിൽ ഒന്നായിരുന്നു ബാറ്റിൽ അറ്റ് റൂക്സ് റെസ്റ്റ്. പക്ഷെ ആ ഒരു ബാറ്റിലിന്റെ അവസാനം ജയിച്ചത് ഗ്രീൻസ് ആണ്. ആ ഒരു കാസിൽ മുഴുവനായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് അത് സറണ്ടർ ചെയ്യിപ്പിച്ചത് ഗ്രീൻസ് ആണെന്ന് പറയാം. പക്ഷെ ഗ്രീൻസിന്റെ ഭാഗത്ത് നിന്ന് ഏകദേശം 800ഓളം സോൾജേഴ്സ് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടിരുന്നു. ആൻഡ് ബ്ലാക്സിന്റെ കയ്യിലാവട്ടെ ഏകദേശം 100ഓളം സോൾജേഴ്സും മരിച്ചു. ആൻഡ് ഗ്രീൻസിന്റെ ഭാഗത്ത് സൺഫയർ എന്ന ഡ്രാഗൺ കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു. ബ്ലാക്സിന്റെ കയ്യിലാവട്ടെ മെയിലിസ് എന്ന ഡ്രാഗണും. ആൻഡ് ഓൾസോ ഗ്രീൻസിന് ഏഗോൺ കംപ്ലീറ്റ്ലി ഇൻജോർഡ് ആയി. മെയിലിസ് ആവട്ടെ മരിച്ചും പോയി. then ഈ നിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഏഗോണെയും സൺഫയറിനെ അന്വേഷിച്ച് എയ്മണ്ടും ക്രിസ്ത്യൻ കോളും പോകുന്ന ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. ക്രിസ്ത്യൻ കോൾ കാണുന്നത് വാളൂരി പിടിച്ച് നടക്കുന്ന എയ്മണ്ടിനാണ്. ഒരുപക്ഷെ ഇനിയിപ്പോൾ ഏഗോണെ കൊല്ലാൻ വേണ്ടി പോകുന്നതാണോന്നും എവിടെയും പറയുന്നില്ല, വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. സോ സൺഫയർ കംപ്ലീറ്റ്ലി ഇൻജോർഡ് ആയി. അതേപോലെ തന്നെ ഏഗോണും കംപ്ലീറ്റ്ലി ഇൻജോർഡ് ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് ആ ഒരു ക്യാരക്ടറിന് കംപ്ലീറ്റ്ലി എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല. കാരണം അത് ചിലപ്പോൾ ഒരു പക്ഷേ വരും എപ്പിസോഡിനുള്ള സ്പോയിലർ ആയി പോകും. സോ ഈ ഒരു സീസണിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാറ്റിൽസിൽ ഒന്നാണ് ഈ റൂക്സ് റെസ്റ്റിലെ ബാറ്റിൽ. ആൻഡ് ചിലവർക്കൊക്കെ ഒരു പക്ഷേ ഈ ഒരു ഡ്രാഗൺ ബാറ്റിൽ പെട്ടെന്ന് തീർത്തതായിട്ട് തോന്നും. പക്ഷേ ആക്ച്വലി ബുക്കിലൊക്കെ ഒരുപാട് ടൈം എടുത്ത് പറയുന്ന ഈ ഒരു സാധനം വിസിബിളി ഒരു പക്ഷേ ഇത്ര പെട്ടെന്ന് തന്നെ ആയിരിക്കും ഒരു പക്ഷേ നടക്കുക. കാരണം ഡ്രാഗൺസ് ആണ്, അത് ഇത്രയും വലിയ സാധനങ്ങൾ, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രാഗൺസ്. ഓൾറെഡി കഴിഞ്ഞ സീസണിന്റെ അവസാനം വാഗാർ ലൂസേരിസിന് തീർക്കും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ 3 ഡ്രാഗൺസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആയിരുന്നു ഈ ഒരു എപ്പിസോഡിന്റെ മെയിൻ ഹൈലൈറ്റ്. എന്നെ സംബന്ധിച്ച് ഒരു കിടിലൻ എപ്പിസോഡായിരുന്നു. സോ ഈ ഒരു എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാം. സോ അടുത്ത വീക്കിൽ പിന്നെയും കാണാം. ബൈ.